BJP അധികാരത്തിൽ വന്ന ശേഷം 12 വർഷമായല്ലോ. ഇതിനിടയ്ക്ക് ഇന്ത്യ സഖ്യം എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനെ തിരുത്താൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഇടപെടലുകൾ എപ്പോഴൊക്കെയാണ് ഉണ്ടായത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായത് ഒരുപക്ഷെ ഈ മൂന്നാമത് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കും. അങ്ങനെ ഒരു നേട്ടമുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തരക്കേടില്ലാത്ത ഒരു പ്രതിപക്ഷമായി വരാനും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാനും ഒക്കെ ഇടയാക്കിയത് അങ്ങനെ ഒരു ഒരുമിച്ച് നിന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ്. അതും പൂർണ്ണമായും ഫലപ്രദമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെ ഒരു നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് അടുത്തൊരു റോളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായി. പക്ഷേ അതല്ലാതെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ എന്ത് സംഭവമാണ് ഉണ്ടായത്? അത് കർഷക സമരം മാത്രമാണ്. ആ കർഷക സമരത്തിൻ്റെ ആസൂത്രണം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. അപ്പോൾ ഈ ആളുകളുടെ എണ്ണമല്ല പ്രധാനം, എങ്ങനെയാണ് ഒരു പ്രതിരോധ സമരത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അതിൽ ഇടത് പാർട്ടികളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ രൂപത്തിന് ഇങ്ങനെ ഇന്ത്യ മുന്നണി എന്ന പോലെയൊക്കെയുള്ള ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ആ നിലയ്ക്ക് തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ ബോധ്യത്തിൽ നിന്നാണ് ആദ്യഘട്ടം മുതൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പങ്കാളിയായി ഇടത് പാർട്ടികൾ ഉള്ളത്. പക്ഷേ പ്രശ്നം എന്താണ്? ഇത് പല ഘട്ടങ്ങളിലായി ചുരുങ്ങുകയാണല്ലോ. ഇപ്പം കോൺഗ്രസ്സിന് ശ്രദ്ധിക്കേണ്ട ഇടങ്ങൾ എന്നുള്ളത് അതിൻ്റെ എണ്ണം ചുരുങ്ങി വന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇപ്പോൾ പോലും 4 സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണമുള്ള പാർട്ടിയായി ചുരുങ്ങുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും ഭരണം വളരെ പ്രധാനമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ എന്താ? കേരളത്തിൽ CPM-ഉമായിട്ട് ഈ മുന്നണിക്കുള്ളിലെ 2 പാർട്ടികൾ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന, രണ്ടല്ല, CPI ഉണ്ടല്ലോ, CPM-ഉം CPI-യുമായി കോൺഗ്രസ് നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ നിന്നുള്ള ഫീഡ്ബാക്ക്, ഇവിടെ വിജയിക്കാൻ എന്ത് വേണം എന്നത് മാത്രമേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് എടുത്തുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധി CPI-നും CPI-ക്കുമെതിരെ ഇവരിടത് പാർട്ടികളല്ല എന്നും പിണറായി വിജയനെ എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യാത്തതെന്നും ഒക്കെ ചോദിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ ചോദ്യങ്ങളൊന്നും രാഹുൽ ഗാന്ധിയുടെ അല്ല. കേരളം വിട്ടാൽ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുകയേയില്ല രാഹുൽ ഗാന്ധി. അല്ലാതെ പൊതുവായ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇതെന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിൽ പോകുന്നിടത്തെല്ലാം ഇതൊക്കെ പ്രസംഗിക്കാമല്ലോ. പക്ഷേ ഇത് കേരളം വിട്ടാൽ പ്രസംഗിക്കുന്നില്ല. അദ്ദേഹം കേരളത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത് ഇവിടെ നിന്ന് എടുക്കുന്ന വിവരങ്ങളാണ്, കേരളത്തിൽ നിന്ന് എടുക്കുന്ന വിവരങ്ങളും കേരളത്തിലെ നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങളുമാണ്. അത് സത്യസന്ധമായി അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തല്ലോ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ നിന്ന് കിട്ടിയ നേതാക്കൾ പറഞ്ഞ വിവരങ്ങളാണ്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എന്താ കാരണം എന്നറിയാമോ? നമ്മളാണ് ഇടതുപക്ഷം എന്ന് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് മിക്കവാറും VD സതീശനോ മറ്റോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിനൊരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ട ഇടപെടൽ നടത്തിക്കൊണ്ട് VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അടക്കം ബോധ്യപ്പെടുത്തി അവർ പ്രചാരണത്തിൽ ആവർത്തിച്ച് ഉപയോഗിച്ച ഒരു സംഗതിയാണ് നമ്മളാണ് ഇടതുപക്ഷം എന്നുള്ളത്. ഇവിടുത്തെ ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷമല്ല, നമ്മളാണ് ഇടതുപക്ഷം. അത് രാഹുൽ ഗാന്ധിയെ വരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ശരി, നമ്മളിപ്പോൾ ഇടതുപക്ഷമാണെന്നുള്ളൊരു ബോധ്യത്തിലായിരുന്നു പാവം. അദ്ദേഹം ആ നിലയ്ക്ക് തന്നെയാണ് ആ കാര്യത്തെ ഇതങ്ങനെയാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നിതാന്ത ശത്രു എന്ന നിലയ്ക്ക് മാറിയിട്ടുണ്ട് അദാനി. കാരണം നരേന്ദ്രമോദിയും അദാനിയും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് നേരിട്ട് എതിർക്കേണ്ട ഒരാളാണ് അദാനി എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം അതിനെ വിലയിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ അത് ബേസിക്കായിട്ടുള്ള കാര്യമാണ്. അതുപോലും അദ്ദേഹം തെറ്റിച്ച് പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇന്നിപ്പം ജോൺ ബ്രിട്ടാസ് പറയുന്നത്. അതായത് 2015 ഈ വിഴിഞ്ഞം കരാറ് അദാനിക്ക് കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് എന്ന് മാത്രമല്ല, ഈ കേരളം ഏത് അളവിലത് ചർച്ച ചെയ്തു. ഈ ആളുകളുടെ ഷോർട്ട് മെമ്മറി കാരണം ഇതിനെക്കുറിച്ചൊക്കെ അങ്ങ് മറന്നു പോകുന്നതല്ലേ. ഈ അദാനി വരുമ്പോൾ അദാനി മാത്രം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നാണ് അദാനിക്ക് ഇത് അവാർഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് തന്നെ അന്ന് വലിയ ചർച്ചയായിട്ടുണ്ട്, വലിയ ചർച്ചയായി, വലിയ വിമർശനങ്ങളായി. പക്ഷേ ഈ പദ്ധതി ഇനി അങ്ങോട്ട് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഈ അദാനിയെ വെച്ച് മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കുകയാണ് എന്നാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ച പദ്ധതിയുമായി പിന്നീട് മുന്നോട്ട് പോകുന്നത്. 2017 CAG റിപ്പോർട്ടിൽ 29,000 കോടി രൂപയുടെ അധിക ലാഭം അദാനിക്ക് നേടിക്കൊടുക്കുന്ന തരത്തിലാണ് ഉമ്മൻചാണ്ടി കരാറിൽ ഏർപ്പെട്ടത് എന്നുള്ള വിവരം വന്നു. അതിനുശേഷം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ഓർമ്മയില്ലേ? ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം പോയതിനു ശേഷം SR പോയി എല്ലാം പോയതിനു ശേഷം. അപ്പോൾ
ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ആ ജുഡീഷ്യൽ കമ്മീഷനാണ് ഭാഗികമായി ഇത്തരത്തിലൊരു അഴിമതി എന്ന നിലയ്ക്ക് ഇത് പറയാൻ കഴിയില്ല എന്നതിലേക്ക് മാറ്റിയത്. എങ്ങനെയാണ് സാധാരണ 30 വർഷം എന്നുള്ള കരാറ് 40 വർഷമാക്കി നീട്ടിക്കൊടുക്കുക മാത്രമല്ല, അത് വേണമെങ്കിൽ പിന്നീട് 20 വർഷം കൂടി നീട്ടാവുന്ന തരത്തിലാണ് ആ കരാറിൻ്റെ ഘടനയുണ്ടായിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഏകപക്ഷീയമായി അദാനിക്ക് ലാഭമുണ്ടാക്കാവുന്ന തരത്തിൽ അധികം തുക കേരളം വിനിയോഗിക്കുമ്പോൾ പോലും അതിൻ്റെ ലാഭത്തിൻ്റെ പങ്ക് മുഴുവൻ അദാനിക്ക് ഇരിക്കട്ടെ എന്ന മറ്റുള്ളൊരു കരാറുണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു മുന്നണിയെ നയിക്കാൻ പ്രാപ്തനല്ല. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് അത് അറിയില്ലെങ്കിൽ, കാരണം അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു മുന്നണിയെ നയിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷം ഇവരിടതുപക്ഷം അല്ല എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ അദാനിയുമായിട്ടുള്ള സഹകരണത്തെക്കുറിച്ച് ഇതിപ്പോൾ എനിക്കിത് വേറൊരു കാര്യം കൂടിയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആത്യന്തികമായി ഒരു രാഹുൽ ഗാന്ധിക്ക് ഈ അദാനിയോടുള്ള വിരോധം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനകത്തും ഒരു അബദ്ധമുണ്ട്. ഇന്ത്യ എന്നുള്ളത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ രാജ്യമാണ്. അപ്പോൾ ഇവിടെ വി ഡി സതീശൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? കേരളത്തെ അദ്ദേഹം തന്നെയാണ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ തുറമുഖ നഗരമായി കേരളത്തെ മൊത്തത്തിൽ മാറ്റി തീർക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഏറ്റവും പ്രധാനപ്പെട്ട ഇനി അങ്ങോട്ട് തുറമുഖങ്ങളിലൂടെയുള്ള കേരളത്തിൻ്റെ വളർച്ചയാണ് കാണാനിരിക്കുന്നത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായിട്ട് അദാനിയെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. വേറെ കമ്പനികളില്ലാഞ്ഞിട്ടൊന്നുമില്ല, പലരെയും കൊണ്ടുവരാൻ പുറത്തുനിന്നൊക്കെ. ഡി പി വേൾഡ് മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ഡി പി വേൾഡിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നോക്കണം. പക്ഷേ പല കമ്പനികളെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷേ അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. തുറമുഖവുമായി ബന്ധപ്പെട്ടത് കേരളത്തിൽ നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ മാത്രമല്ല, അദ്ദേഹം വി ഡി സതീശൻ അദാനിയുടെ ഡയറക്ടറെ മംഗലാപുരത്ത് സ്റ്റാർട്ടഡ് ഫ്ലൈറ്റിൽ പോയി കണ്ടു എന്നുള്ള ആരോപണം അത് മാധ്യമങ്ങൾ കണ്ടെത്തിയതല്ല. അത് ഇവിടുന്ന് വന്നതാ, അവിടെ തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നതാണല്ലോ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്ന സംഗതിയാണ്. അപ്പോൾ ആ മട്ടിൽ ചർച്ചകളെ പ്ലേസ് ചെയ്തത് അവിടെ നിന്നാണ്. ഇത് കേരളത്തിൽ ഈ ചർച്ച തന്നെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് തന്നെ കേരളത്തിന് ചെറുതല്ലാത്ത കുഴപ്പങ്ങൾക്ക് കാരണമാകും. അത് വി ഡി സതീശൻ്റെയും ഭരണനിർവഹണത്തിന് ബുദ്ധിമുട്ടാകും. ആ നിലയ്ക്കാണ് അദ്ദേഹം കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഈ താഴെത്തട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നേതാക്കൾ പറയുന്ന ആ വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വിശാലമായ ഒരു ചിന്ത അതിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം ഇനി അങ്ങോട്ട് ഈ കാറ്റിലും കോളിലും പെട്ട് പോകാനാണ് സാധ്യത.